ഷൂട്ടിംഗ് സെറ്റുകളിലൊക്കെ പരിക്കുകൾ പറ്റുന്നത് എല്ലാവരും അറിയണമെന്നില്ല. വലിയ പരിക്കുകൾ പറ്റിയാൽ മാത്രമാണ് എല്ലാവരും പരസ്പരം അറിയുന്നതും പറയുന്നതുമെല്ലാം ഉണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ നവാസും 2 ആഴ്ചകൾക്ക് മുൻപ് സെറ്റിൽ കുഴഞ്ഞു വീണത് അധികമാരും അറിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള സുഹൃത്തുക്കളും ആളുകളും മാത്രമാണ് അറിഞ്ഞത്. ഒരു ഉഗ്രൻ സ്റ്റണ്ട് ചെയ്യുന്നതിനിടയിൽ നവാസ് 2 ആഴ്ചയ്ക്ക് മുൻപ് കുഴഞ്ഞു വീണിരുന്നു. അദ്ദേഹം ബോധക്ഷയം വന്ന് പെട്ടെന്ന് വീണതാണ്. ഒരുപാട് നേരം ദേഹമിളകുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അതുതന്നെയാണ് നവാസിനും സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. 2 ആഴ്ചകൾക്ക് മുൻപ് ഒരു സ്റ്റണ്ട് ചെയ്യുന്നതിനിടയിൽ സ്റ്റണ്ട് ചെയ്തു കഴിഞ്ഞ് ഉടൻ അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അതിഗംഭീരമായ സ്റ്റണ്ട് സീനിൽ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചതെന്ന് സ്റ്റണ്ട് മാസ്റ്റർ പറയുന്നു. അദ്ദേഹം സ്റ്റണ്ട് ചെയ്ത് ഗംഭീരമായി ചെയ്ത് ഷോട്ട് ഓക്കെ ആയതിനു ശേഷം നിന്നപ്പോൾ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും ഉടനെ തന്നെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിച്ചു. അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നുവെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അതിങ്ങനൊരു ഹൃദയാഘാതത്തിന് മുൻപുള്ള ചെറിയ ഒരു തോന്നലാകാം എന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നു. പക്ഷേ ആരും അന്നും ശരിക്കും ശ്രദ്ധിച്ചിരുന്നില്ല എന്നുകൂടി പറയണം.